ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. F4 ഫ്ലൈയിങ് ബേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു 6-7 ജോഡി പെയറുകൾ, ഗ്രേ പാരറ്റ്, സൺകുണൂർ, സ്മോൾ കുണൂർ, അങ്ങനെ സ്മോൾ കുണൂറിൻ്റെ കുട്ടികൾ, അങ്ങനെ ഒരു 6-7 പേർക്ക് നമ്മളിന്ന് ബേഡ്സിന് അയച്ചു കൊടുക്കുന്ന ഒരു ബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോണേ. നമ്മുടെ ബേഡ്സിൻ്റെ ലക്കി ഡ്രോയിൽ വിജയിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ബേഡ്സിനെ അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് എല്ലാ ദിവസവും ഉള്ള പ്രോസസ്സാണ്. എല്ലാ ദിവസവും 4-5-6 പേർക്ക് നമ്മൾ ബേഡ്സിനെ അയച്ചു കൊടുക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്, ഇന്നത്തെ നമ്മളുടെ പാക്കിംഗ്, ബേഡ്സിനെ പിടിക്കുന്നതും പാക്ക് ചെയ്യുന്നതും അയച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ നടത്തുന്ന ബേഡ്സ് ലക്കി ഡ്രോയുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ചെറിയ പ്രൈസിൽ നല്ല വലിയ സമ്മാനങ്ങൾ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം പിടിക്കാൻ പോണത് സൺകുണൂറിൻ്റെ ഏകദേശം 4 മാസം പ്രായമായിട്ടുള്ള ഫേമുടെ ഒരു പെയർ നമ്മൾ കോഴിക്കോടുള്ളൊരു ചേട്ടന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിടിക്കാൻ പോകുന്നത്. ആൾ ബാംഗ്ലൂരിലുള്ള ആളാണ്. ആൾ കോഴിക്കോട് ഇന്നലെ ലീവിന് വന്നിട്ടുണ്ട്. 2 ദിവസം പോകും. അപ്പോൾ ആ പെയറിനെ പിടിക്കാനാണ് നമ്മൾ പോണത് കേട്ടോ. ഓക്കെ. അപ്പോൾ അവർ ഞാനിവിടുന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ ഒക്കെ ഇവർ അവരുടെ ബോക്സിൻ്റെ ഉള്ളിൽ കയറാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ പോയിട്ട് നമ്മുടെ ഈ വാട്ടർ ബോട്ടിൽ വെച്ച് നമ്മളത് അടച്ച് ഇനി നമുക്ക് ഈ 2 കിളികൾ പിടിക്കണം. അപ്പോൾ പിടിക്കാൻ പോണേക്കാളും മുമ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ കേജിലാണ് നമ്മൾ ഇടുന്നത്. ഇത് നമ്മുടെ സാധാ എലിപ്പെട്ടിയാണ്. എലിപ്പെട്ടി ഏകദേശം 120 എലിപ്പെട്ടി. അന്നത്തെ കോലും കൊമ്പും ഒക്കെ നമ്മൾ ഒടിച്ച് നിർക്കി കളഞ്ഞ് ഇതൊരു നല്ലൊരു ട്രാവലിംഗ് കേജാക്കി നമ്മൾ മാറ്റിയിട്ടാണ്. മറ്റേ ട്രാവലിംഗ് കേജ് മേടിക്കുമ്പോൾ 200 രൂപയാണ്. ഇതാകുമ്പോൾ 2 രൂപ കാര്യം നടക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനുള്ളിൽ അവർക്ക് കോഴിക്കോട് വരെ എത്തണം, നമ്മൾ പാക്ക് ചെയ്ത് വിട്ടു. അപ്പോൾ അവിടെ എത്താൻ വരെയുള്ള ഫുഡ് നമ്മളതിൽ വെച്ചു. അതിനുശേഷം നമ്മൾ ഇവിടെ പിടിക്കാൻ പോകണം കേട്ടോ. തേമട് പേടിച്ച, പക്ഷെ പിടിക്കാൻ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് അവർ ബാടാ ഇതാ ഇതാ കുട്ടിയാണ്. ഇത് നമ്മുടെ 48ാമത്തെ ഡ്രോയിലെ ഷൈനേജ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരാൾക്ക് സമ്മാനം കിട്ടിയതാണ്. അപ്പോൾ അയാൾക്കാണ് കോഴിക്കോട് കണ്ണൂർ. അപ്പോൾ ആൾ നന്നായി പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാണ് നമ്മൾ അപ്പോൾ ഇത് പാക്ക് ചെയ്യണം. ഇത് സൺകുണൂറും കൂടിയുണ്ട്. നമുക്ക് പിടിക്കാനുള്ളത് നമ്മുടെ സൺകുണൂറിൻ്റെ ഒരു ഹാൻഡ് കൂട്ടിയാണ് ഒരു ചേട്ടന് സമ്മാനം കിട്ടിയത്.
അപ്പൊ ഇനി നമുക്ക് കൊടുക്കാനുള്ളത് സൺകൊണ്ടൂറിന്റെ ഹാൻഡ് ഫീഡിങ് കുട്ടിയാണ്. അതും സമ്മാനം കിട്ടിയത് തന്നെയാണ്. അപ്പൊ അതിൽ നല്ലൊരു കുട്ടി നോക്കിയിട്ട് നമുക്ക് ആ ചേട്ടന് കൊടുത്തു വയ്ക്കാം. ഓക്കെ, നല്ല ഹെൽത്ത് ഉള്ള കുട്ടി നോക്കിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ അഡൽറ്റ് ബേഡ് പാക്ക് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ ഒരുപാട് ബേഡ്സും പട്ടിപ്പൂച്ച മൃഗങ്ങൾ അങ്ങനെ എല്ലാം വരുന്നതാണ്. അപ്പൊ പലവിധ അസുഖങ്ങളുള്ള പല ബേഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള ബേഡ്സിനെ ഏറ്റവും സേഫ്റ്റി ആയിട്ട് അവരുടെ കയ്യിലെത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ കവറിങ് ചെയ്ത് പാക്ക് ചെയ്ത് വിടാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ DNA കാർഡ് കൂടി അതിന്റെ ഒപ്പം വയ്ക്കുന്നുണ്ട്. അതുകൂടി ജസ്റ്റ് പാക്ക് ചെയ്യണം നമ്മള്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ആ DNA കാർഡ് വെച്ചു. ഇത് നമ്മൾ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അയക്കണം. നമ്മൾ അങ്ങനെ ആ പേരിൽ നമ്മൾ ലോക്ക് ചെയ്തു. ഇത് നമുക്ക് ഇതും പാക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ വൃത്തിയായിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം പാക്ക് ചെയ്ത് കഴിഞ്ഞു. രണ്ടാളോട് നോക്കിക്കണ്ട, എവിടേക്ക് പോണതിന് പിടിക്കാൻ രണ്ടാൾ നോക്കിക്ക. ഒന്ന് പേടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പാക്ക് ചെയ്യാവുന്നത് നമ്മുടെ സൺകൊണ്ടൂറിന്റെ ഹാൻഡ് ഫീഡിങ് കുട്ടീനെയാണ് കേട്ടോ. നമ്മൾ ഇനി അടുത്ത് പാക്ക് ചെയ്ത് സൺകൊണ്ടൂറിന്റെ ഹാൻഡ് ഫീഡിങ് കുട്ടീനെയാണ്. ഇതിന്റെ കൂടെ അതിന്റെ ഫുഡും വെക്കുന്നത് നമുക്കറിയില്ല. നമുക്ക് അതും പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സൺകൊണ്ടൂറിന്റെ ഒരു ഹാൻഡ് ഫീഡിങ് കുട്ടീനെയാണ്. ആൾക്ക് പ്രോപ്പർ ഫില്ലാക്കി നമ്മൾ ഫുഡൊക്കെ കൊടുത്താണ്. ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് പാക്ക് ചെയ്യും വേണ്ടു. അപ്പോൾ ഓക്കെ, നമ്മളത് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഗ്രേ പാരറ്റിന്റെ ഫുഡിനെയാണ് പാക്ക് ചെയ്ത് വിടാൻ. അപ്പൊ നമ്മള് ഗ്രേ പാരറ്റിന് അത്യാവശ്യം വലിയൊരു ബോക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഗ്രേ പാരറ്റിന്റെ കുട്ടീനെ കയറ്റി വിടാനായിട്ട്. അപ്പൊ നമ്മൾ അതിട്ട് ഇങ്ങനെ ഹോൾ അടിച്ചു കൊടുക്കണം. ഇല്ലടാ, പേടിക്കുന്നതേ ആള് നല്ല പോലെ പേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് എന്താണ് ഇപ്പൊ നമുക്ക് ആളെ നമുക്ക് പറഞ്ഞു വിടാനുള്ള സമയമായി. ഇത് എന്താണ് നല്ല ആൾക്കാര് ദോഷാളെ ഈ ക്യാമറ ഇതെല്ലാം കൂടി ഇപ്പൊ പേടിച്ചേക്കാം. പിന്നെ നമുക്ക് അതിനും പാക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും ബേഡ്സിനെയാണ് നമ്മളിന്ന് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി സഹജീവ വണ്ടിയിൽ കൊടുത്ത് കയറ്റി വിടണം. അഡ്രസ് എഴുതി എത്തിച്ച് നമ്മൾ കൊണ്ട് കയറ്റി വിടണം. അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന നമ്മുടെ ബേഡ്സിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവര് ഇതിന്റെ തൊട്ട് താഴെ വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ നമ്മൾ അതിന്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താല്പര്യമുള്ളതിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, റിക്വസ്റ്റ് അയച്ചാൽ ഞാൻ അപ്രൂവ് ചെയ്തോളാം. അപ്പൊ നമ്മളുടെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്